ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ഷോണ. ഞാൻ ഇന്ദിരാഗാന്ധിയിൽ ജൂനിയർ റെസിഡൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മൾ ഇന്ന് കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ 2 ടോപ്പിക്സാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് ഹീറ്റ് എക്സോഷൻ, മറ്റേത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും. അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലും എസ്പെഷ്യലി നല്ലോണം ആൾക്കാരൊരു എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇത് സംഭവിക്കാവുന്നതാണ്. ഇപ്പം തന്നെ നമ്മൾ അസംബ്ലി ലൈനിലൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികൾ തലറിഞ്ഞ് വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെയാണ്. അപ്പോൾ ഹീറ്റ് എക്സോഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഹീറ്റ് എക്സോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊലോങ്ഡ് ടൈം അല്ലെങ്കിൽ കുറച്ച് ടൈം കൂടുതലുള്ള സമയത്തേക്ക് ഹീറ്റിൻ്റെ എക്സ്പോഷർ നമ്മുടെ ബോഡി അനുഭവിക്കുന്നതാണ് ഹീറ്റ് എക്സോഷൻ. അത് അനുഭവിച്ച് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അത് നോർമലിനേക്കാളും കുറച്ച് ഡിഗ്രി റൈസ് ചെയ്യുന്നതാണ് ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത്. അതിലെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഹീറ്റ് എക്സോഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല ആയിപ്പോയി എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഒരാൾ ചിലപ്പം നല്ലോണം സ്വെറ്റ് ചെയ്ത് തുടങ്ങുമായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പൾസ് റേറ്റ് നല്ലോണം കൂടുമായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് തല കറക്കം പോലെ വരാം, എന്ന് വെച്ചാൽ ക്ഷീണം പോലെ വരാം, അയാൾക്ക് എവിടെയെങ്കിലും ഇരിക്കണമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു എന്തോ പോലെ തല ഇറക്കും പോലെ അങ്ങനെ ഹീറ്റ് ബോഡി ടെമ്പറേച്ചർ നല്ലോണം റൈസ് ആയിട്ടിരിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരാൾക്ക് ഹീറ്റ് എക്സോഷൻ സംഭവിച്ചു എന്ന്. ഇതൊരു മെഡിക്കൽ എമർജൻസി അല്ല, ഇത് നമുക്ക് പക്ഷേ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഹീറ്റ് എക്സോഷൻ എന്ന് പറയാം. നമ്മൾ എന്തൊക്കെ കുറച്ച് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളെ ഇപ്പം ചൂട് കാരണമുള്ളത് സംഭവിച്ചത് നമ്മളൊരു കൂളർ ഏരിയയിലേക്ക് അവരെ മൂവ് ചെയ്യണം. പിന്നെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കണം. അതെങ്ങനെ കുറക്കുക എന്ന് വെച്ചാൽ നമുക്കൊന്നെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് കളർ ക്ലോത്ത്സ് ആണെങ്കിൽ നമുക്കൊരു ലൂസർ ക്ലോത്തിങ് അങ്ങനെ അല്ല അവരെ നമുക്ക് വെയർ ചെയ്യിപ്പിക്കാം, ലൈറ്റർ ആയിട്ടുള്ള ക്ലോത്തിങ് വെയർ ചെയ്യിപ്പിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡാംപ് ആയിട്ടുള്ള വെറ്റായിട്ടുള്ള എന്തെങ്കിലും തുണി എടുത്തിട്ട് അവരുടെ ബോഡിയിൽ ഒട്ടിച്ച് വെച്ചാൽ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റേ ബോഡി ടെമ്പറേച്ചറൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ പല മെത്തേഡ്സ് നമുക്ക്. പിന്നെ അവർക്ക് ഫ്ലൂയിഡ്സ് കൊടുക്കുക. വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥിതിയിലാണെങ്കിൽ വെള്ളം നല്ലോണം കൊടുക്കുക. ORS കൊടുക്കുക. ORS എന്ന് വെച്ചാൽ മറ്റേ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ORS പോലത്തെ ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ലോസോ ഇംബാലൻസോ സോൾട്ടിൻ്റെ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവ് ബ്ലഡിലുണ്ടെങ്കിൽ അത് മാറുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു വൈറ്റൽസ് ഒക്കെ സ്റ്റേബിൾ അൺസ്റ്റേബിൾ എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ എമർജൻസി വിളിക്കാം. പക്ഷേ മോസ്റ്റ്ലി ഇത് നമുക്ക് വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഹീറ്റ് എക്സോഷൻ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ഹീറ്റ് സ്ട്രോക്ക് എന്നൊരു സംഭവത്തിലേക്കാണ്.